ഹലോ സ്റ്റുഡൻസ്, 9ാം ക്ലാസ്സിലെ ഹിന്ദി പുസ്തകത്തിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള കവിത പുൾ ബനീതി മാ എന്ന കവിതയാണ്. ഇത് എഴുതിയിരിക്കുന്നത് നരേന്ദ്ര പുണ്ടരിക് എന്ന ഒരു കവിയാണ്. അദ്ദേഹം ഉത്തർപ്രദേശുകാരനാണ്. ഇപ്പോൾ ആധുനിക കവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കവികളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. കവിതയുടെ പേര് പുൾ ബനീതി മാ. അപ്പം ഞാനിങ്ങനെ എല്ലാ പാഠത്തിൻ്റെയും വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നോക്കുക. അപ്പോൾ പുൾ ബനീതി മാ എന്ന് പറഞ്ഞാൽ അമ്മ ഒരു പാലമായിരുന്നു എന്നാണ്. പുൾ എന്ന് പറഞ്ഞാൽ പാലം, അമ്മ ഒരു പാലമായിരുന്നു. അപ്പോൾ അത് തുടർന്ന് നമ്മൾ പാഠഭാഗം പഠിച്ചു വരുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ പുസ്തകത്തിൽ നോക്കുക. എന്നിട്ട് ഫസ്റ്റ് സ്റ്റാൻസ ഞാൻ വായിക്കാം. ഹം ഭായിയോങ്കെ ബീച്ച് പുൾ ബനീതി മാം ജിസ്മേ ആയേ ദിൻ ദൗड़ती रहती थी बेधड़क बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. അപ്പോൾ അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. ഹം ഭായിയോങ്കെ ബീച്ച്, ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹോദരന്മാരുടെ ഇടയിൽ, കെ ബീച്ച് എന്ന് പറഞ്ഞാൽ ഇടയിൽ, ഞങ്ങൾ സഹോദരന്മാരുടെ ഇടയിൽ പുൾ ബനീതി മാ അമ്മ ഒരു പാലമായിരുന്നു. ഞങ്ങൾ സഹോദരന്മാരുടെ ഇടയിൽ അമ്മ ഒരു പാലമായിരുന്നു എന്ന് പറഞ്ഞാൽ, പാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് പോകുന്നതിന് പാലം ആവശ്യമാണ് എന്ന് പറഞ്ഞ പോലെ സഹോദരന്മാരുടെ ഇടയിൽ ആശയവിനിമയം ഒന്നുകൂടി ഈസിയാക്കാൻ അമ്മ പ്രവർത്തിച്ചിരുന്നു. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകാൻ അമ്മ എന്നും ഒരു പാലം പോലെ പ്രവർത്തിച്ചിരുന്നു. ജിസ്മേ ആയേ ദിൻ ദൗड़ती रहती थी बेधड़क. ജിസ്മേ എന്ന് പറഞ്ഞാൽ അതിൽ ആയേ ദിൻ ഇന്നുവരെ, ദൗड़ती रहती थी बेधड़क അതിൽ ആ പാലത്തിലൂടെ അമ്മ ഇന്നുവരെ ദൗഡന ഓടുക, ദൗड़ती रहती ഓടിക്കൊണ്ടിരുന്നു. ബേധടക് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളൊന്നും കൂടാതെ, തടസ്സമില്ലാതെ അതിലൂടെ അമ്മ ഒരു തടസ്സവും കൂടാതെ ഇന്നുവരെ ഓടിക്കൊണ്ടിരുന്നു. ബിനാ കിസി ഹരി ലാൽ ബത്തിക്ക്, ബിനാ കിസി എന്ന് പറഞ്ഞാൽ ഒന്നും കൂടാതെ, എന്താണ് ഹരി പച്ച, ലാൽ ചുവപ്പ്, ബത്തി വിളക്ക് അല്ലെങ്കിൽ ലൈറ്റ്. അപ്പോൾ പച്ചയും ചുവപ്പും വിളക്കുകളും ലൈറ്റുകളും ഒന്നും ഇല്ലാതെ ഹം ലോകോങ്കി ചുക് ചുക് ചക് ചക്. അപ്പോൾ ചുവപ്പും പച്ചയും ലൈറ്റുകൾ കാണുന്നത് എവിടെയാണ്? നമ്മൾ റെയിൽവേ ട്രാക്കിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പച്ച ലൈറ്റ് ട്രെയിൻ പോകാനും ചുവപ്പ് ലൈറ്റ് ട്രെയിൻ നിൽക്കാനുമുള്ള അടയാളമാണ്. അപ്പോൾ അങ്ങനെ ഒരു തടസ്സം, അങ്ങനെ ഒരു നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതെ അമ്മ ഞങ്ങളുടെ ഇടയിൽ ഒരു പാലം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഹം ലോകോങ്കെ ചുക് ചുക് ചക് ചക് എന്ന് പറഞ്ഞാൽ ചുക് ചുക് ചക് ചക് ആ ട്രെയിനിൻ്റെ ശബ്ദമാണ്. അതോടൊപ്പം തന്നെ കവി അവിടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഇടയിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടാറുണ്ട്, ശണ്ട ഉണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ മക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസവും വഴക്കും സ്വാഭാവികമാണ്, ഇന്ന് എല്ലാ വീടുകളിലും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മ ഞങ്ങളുടെ ഇടയിൽ ഒരു പാലം പോലെ, ഞങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ഒരു പാലമായി ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ കവിത അമ്മയെക്കുറിച്ചാണെങ്കിലും അമ്മയെ മാത്രം സ്നേഹിച്ചാൽ മതിയോ? പോരാ, അമ്മയും അച്ഛനും അപ്പൂപ്പനും അമ്മുമ്മയും എല്ലാവരും വേണ്ടേ? ചുരുക്കി പറഞ്ഞാൽ പ്രായമായവരെ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കണം. അതാണ് ഈ കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സമൂഹത്തിൽ വൃദ്ധജനങ്ങളോട് ഒരു അവജ്ഞ വളർന്നു വരുന്നുണ്ട്. നമ്മൾ ന്യൂസ് പേപ്പറിലും വാട്സാപ്പിലും ഒക്കെ എപ്പോഴും കാണുന്നതാണ് പ്രായമായവരെ അടിക്കുകയും കൊല്ലുകയും തല്ലുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ആ ഒരു മനോഭാവം, വൃദ്ധജനങ്ങളോടുള്ള ഒരു അവജ്ഞാ മനോഭാവം മാറ്റിയെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനൊരു പാഠം ഈ പാഠത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റാൻസ് നോക്കിക്കോളൂ. പിതാ കെ ബാദ് ഹം ഭായിയോങ്കെ ബീച്ച് പുൾ ബനി മാ अचानक नहीं टूटी धीरे धीरे टूटती रही हम देखते रहे और मानते रहे कि बूढ़ा रही है माँ. പിതാക്കെ ബാദ് പറഞ്ഞാൽ അച്ഛന് ശേഷം, കെ ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം എന്നാണ്. പിതാക്കെ ബാദ് അച്ഛന് ശേഷം, ഹം അപ്പോൾ അച്ഛൻ മരിച്ചുപോയി എന്നതിൻ്റെ അർത്ഥം. അച്ഛൻ മരിച്ചതിന് ശേഷം ഹം ഭായിയോങ്കെ ബീച്ച് ഞങ്ങൾ സഹോദരന്മാരുടെ ഇടയിൽ പുൾ ബനി മാ. അപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയുടെ ഉത്തരവാദിത്തങ്ങൾ ഒന്നുകൂടെ കൂടി. അമ്മ തന്നെ ജോലി ചെയ്താണ് മക്കളെയൊക്കെ വളർത്തുന്നത്. അപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം
ഒന്നുകൂടി ഞങ്ങളുടെ ഇടയിൽ അമ്മ ശക്തമായി പ്രവർത്തിച്ചു. ഞങ്ങളെ ഒന്നിച്ച് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. ഒരു പാലം പോലെ പ്രവർത്തിച്ചു. അചാനക് നഹി ടൂട്ടി ധീരെ ധീരെ ടൂട്ടി രഹി. അചാനക് പെട്ടെന്നല്ല, കുറഞ്ഞ്. ടൂട്ടന എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വാക്കിൻ്റെ അർത്ഥം പൊട്ടുക എന്നാണ്. ഇവിടെ പൊട്ടുക എന്നല്ല, കുറയുക, ശോഷിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് അല്ല അമ്മയുടെ ആരോഗ്യം ശോഷിച്ചത്. ധീരെ ധീരെ ടൂട്ടി രഹി. അമ്മയുടെ ആരോഗ്യം പതുക്കെ പതുക്കെ കുറഞ്ഞുകൊണ്ടിരുന്നു, നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഹം ദേഖ്തേ രഹേ ഓർ മാൻതേ രഹേ കി ബൂഢാ രഹി ഹേമ. ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. ദേഖ്ന കാണുക. ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. ഓർ മാൻതേ രഹേ, മാനിനെ അംഗീകരിക്കുക. ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു, ഞങ്ങൾ അംഗീകരിച്ചു. എന്താണ്? അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുകയാണ്. ബൂഢാ രഹി ഹേമ, അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇപ്പോൾ പ്രായമായ അമ്മയുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്തതേക്ക് പോകാം. മാँ के बार बार कहने को हम मानकर चलते रहे, उसके बूढ़े होने की आदत और अपनी घर आवाज़ में धीरे धीरे टूटती रही माँ. माँ के बार बार कहने को हम मानकर चलते रहे. ബാർ ബാർ കഹന, വീണ്ടും വീണ്ടും പറയുക. നമുക്കറിയാം, പ്രായമായ ആൾക്കാർ, വയസ്സായ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ മറവിയുണ്ടായിരിക്കും, ചിലപ്പോൾ ആ ഒരു ശീലമായിരിക്കും. അപ്പോൾ അതാണ് അമ്മ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരുന്നു. എന്താണ് അത്? അമ്മയുടെ പ്രായമാകുന്നതിൻ്റെ ഒരു ശീലമാണ്. ഉസ്കെ ബൂഢേ ഹോനേക്ക് ആദത്ത്, ശീലം. അപ്പോൾ അമ്മ പ്രായമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു തെളിവാണ് അമ്മ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും പറയുന്നത്. അപ്പനെ ഹർ ആവാസമേ ധീരെ ധീരെ ടൂട്ട്തി രഹിമ. അപ്പോൾ അമ്മയുടെ ആരോഗ്യത്തിലും അമ്മയുടെ ശബ്ദത്തിലും ഒക്കെ അമ്മ എന്താണ്? വൃദ്ധയായിക്കൊണ്ടിരുന്നു. നമുക്കറിയാം, പ്രായമായ ആൾക്കാർ സംസാരിക്കുമ്പോൾ ഒരുതരം വിറവൽ അനുഭവപ്പെടാറുണ്ട് ശബ്ദത്തിൽ. യുവത്വത്തിൽ ഉള്ള ശബ്ദമായിരിക്കില്ല വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്നത്. വാർദ്ധക്യത്തിൽ എത്തുമ്പോഴത്തേക്കും എല്ലാവരുടെയും ശബ്ദമൊക്കെ അല്പം വിറവൽ ബാധിച്ചിരിക്കും. അപ്പം അതാണ് കവി പറയുന്നത്. ഹം മാൻകർ ചലത്തെ രഹേ ഉസ്കെ ബൂഢേ ഹോനെ കി ആദത്ത് ഓർ അപ്പനി ഹർ ആവാസ് മേം ധീരെ ധീരെ ടൂട്ട്തി രഹി മാ. അപ്പോൾ നമ്മൾ ഈ കവിത നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ. ഇങ്ങനെ അമ്മയെ സ്നേഹിച്ചാൽ മാത്രം പോരാ. പിന്നെന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ വൃദ്ധജനങ്ങളെ ബഹുമാനിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയിടണം, ആർജിക്കണം. ഗവൺമെൻറ്റുകൾ അവരെ ബഹുമാനത്തോടെ സീനിയർ സിറ്റിസൺസ് എന്നാണ് വിളിക്കുന്നത്. സീനിയർ സിറ്റിസൺസ്, പ്രായമായവരെ. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷേ ആ സ്നേഹം എപ്പോഴും വലുതാകുമ്പോഴും വേണം. വലുതാകുമ്പോഴും സ്വന്തം കാര്യം നോക്കി പോകരുത്. അച്ഛനമ്മമാരെ വലുതാകുമ്പോഴും സ്നേഹിക്കണം. അപ്പം അതിന് ഇപ്പോഴേ തന്നെ അങ്ങനെ ഒരു സ്നേഹം നിങ്ങളുടെ മനസ്സിൽ, അങ്ങനെ ഒരു മനോഭാവം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴേ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇനി നമ്മുടെ അച്ഛനും അമ്മയെ സ്നേഹിച്ചാൽ മാത്രം മതിയാ. നമ്മുടെ അച്ഛനും അമ്മയെ സ്നേഹിക്കണം, അതോടൊപ്പം മറ്റ് അച്ഛനമ്മമാരെ ബഹുമാനിക്കാനും പഠിക്കണം. ഓക്കെ. അപ്പോൾ അടുത്ത സ്റ്റാൻസ് നോക്കിക്കോളൂ. ഹാത്തോം ഹാത്ത് രഹത്തി മാ ഏക് ദിൻ ഹമാരെ കന്ധോമേ ആ ഗയി धीरे धीरे महसूस करने लगे हम अपने വൃഷഭ് കന്തോമേ മാക്ക ഭാരി ഹോന. അപ്പോൾ ഹാത്തോ ഹാത്ത് രഹത്തീമ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൈപിടിച്ച് നടത്തിയിരുന്ന അമ്മ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ അച്ഛന്മാരുടെയും അമ്മമാരുടെയൊക്കെ ചൂണ്ടുവിരൽ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതാണ്. അപ്പോൾ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയിരുന്ന അമ്മ ഏക് ദിൻ ഹമാരെ കന്തോമയാകൈ, ഒരു ദിവസം ഞങ്ങളുടെ ഷോൾഡർ, കന്ധ എന്ന് പറഞ്ഞാൽ ഷോൾഡറാണ്, ഷോൾഡർ, ഞങ്ങളുടെ തോളിൽ വന്നു, ഞങ്ങളുടെ തോളിലായി. അതായത് അമ്മയെ നമ്മൾ പ്രായമായി കഴിയുമ്പോൾ അച്ഛനമ്മമാരെ നമ്മൾ സംരക്ഷിക്കണം. നമ്മളെ ആശ്രയിച്ചാണ് പിന്നെ അവർ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കാൻ ശ്രമിക്കണം. അതാണ് കവി പറഞ്ഞത്. ഹാത്തോ ഹാത്ത് രഹത്തി മാ ഏക് ദിൻ ഹമാരെ കന്ധോ മേ ആ ഗയി ധീരെ ധീരെ മെഹസൂസ് കർനെ ലഗേ ഹം അപ്പനെ വൃഷഭ് കന്ധോ മേ മാക്ക ഭാരി ഹോന. ധീരെ ധീരെ, പതുക്കെ പതുക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. മഹസൂസ് കർണ, അനുഭവപ്പെടുക. പതുക്കെ പതുക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ഞങ്ങളുടെ ശക്തമായ തോളുകളിൽ അമ്മ ഒരു വലിയ ഭാരമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അച്ഛനമ്മമാരെ വലിയ സ്നേഹമാണ്. എന്നാൽ
പ്രായമായി കഴിയുമ്പോൾ അവരൊരു ഭാരമായി തീരുന്നതാണ് നമ്മൾ കാണുന്നത്. ആർക്കും ഇഷ്ടമല്ല. അവരുടെ സ്കിൻ ചുക്കിച്ചുളിയും, അവരുടെ സ്വരം വിറവലുള്ളതായിരിക്കും, അവർക്ക് കൂന് ഉണ്ടാകും, വടി കുത്തിപ്പിടിച്ച് നടക്കും. അപ്പോൾ നമുക്ക് വെറുപ്പാണ്. അപ്പോൾ ആ മനോഭാവം നമ്മൾ മാറ്റിയെടുക്കണം. അതിന് നിങ്ങൾ ചെറുപ്പത്തിലെ മുതിർന്നവരെ, വൃദ്ധജനങ്ങളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഉള്ള ഒരു മനസ്സ് നിങ്ങൾ ചെറുപ്പത്തിലെ സ്വായത്തമാക്കണം. അപ്പോൾ അപ്പനെ വൃഷഭ് കന്ത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ശക്തമായ തോളുകളിൽ, മാക്ക ഭാരി ഹോന, അപ്പ ഞങ്ങൾക്ക് അമ്മ ഒരു ഭാരമായി തോന്നിത്തുടങ്ങി പതുക്കെ പതുക്കെ. അടുത്ത സ്റ്റാൻസ് നോക്കിക്കോളൂ. ജബ് തക് ജീവിത് രഹി മാ ഹം ബദൽത്തെ രഹേ അപ്പനെ കന്ധേ, മാ ആഖിർ മാ ഹി തോ ഹേ, ബാർ ബാർ ഹമേ കന്ധേ ബദൽത്തെ ദേഖ്, हमारे कंधों से उतर गई माँ, और माँ के कंधों से उतरते ही उतर गए हमारे कंधे. जब तक जीवित रही माँ ഹം ബദൽത്തെ രഹേ അപ്പനെ കന്ധേ, അമ്മ ജീവിച്ചിരുന്ന കാലഘട്ടം മുഴുവനും ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളുടെ തോളുകൾ മാറ്റിക്കൊണ്ടിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ അച്ഛനമ്മമാരെ ഷെയർ ചെയ്യാറാണ് പതിവ്. ഒരു മകൻ്റെ വീട്ടിൽ ഒരു ദിവസം, അല്ലെ ഒരാഴ്ച, അല്ലെ ഒരു മാസം, അടുത്ത മകളുടെ വീട്ടിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം. അപ്പോൾ അങ്ങനെ അച്ഛനമ്മമാരെ മാറി 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 ഷെയർ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതാണ് കവി പറയുന്നത്, ജബ് തക് ജീവിത രഹീമ ഹം ബദൽത്തെ രഹേ അപ്പനെ കന്ധേ. അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾ മാറി 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 കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അമ്മയെ ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നു, അമ്മയെ സംരക്ഷിക്കുന്നത്. മാ ആക്കിർ മാഹിത്തോ ഹേ, അമ്മ തന്നെയല്ലേ അവസാനം വരെ. അമ്മമാരുടെ ഒരു സ്നേഹം അതൊരിക്കലും മാറില്ല. ചെറുപ്പത്തിലും വയസ്സാകുമ്പോഴൊക്കെ അമ്മമാരുടെ മനസ്സെന്നും സ്നേഹം മാത്രമാണ്. അതാണ് മാ ആക്കിർ മാഹിത്തോ ഹേ ബാർ ബാർ ഹമേ കന്തേ ബദൽത്തേതേക്ക്. അപ്പം ഞങ്ങൾ ഇങ്ങനെ അമ്മയെ മാറി 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 കൊണ്ടുപോകുന്നത് കണ്ടിട്ട് അമ്മ എന്ത് ചെയ്തു? ഹമാരെ കന്തോസെ ഉതർകയുമ, അമ്മ ഞങ്ങളുടെ തോളിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ മരിച്ചുപോയി. അമ്മ ഓർത്തു, ഞാൻ എന്തിനാണ് എൻ്റെ മക്കളെ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടിക്കുന്നത്? അവർക്ക് എന്നെ നോക്കാൻ സമയമില്ല. അവർ മാറി മാറി ഒരാഴ്ച, ഒരു മാസം ഒരാളുടെ വീട്ടിൽ, അടുത്ത മാസം അടുത്ത ആളുടെ വീട്ടിൽ, അങ്ങനെ പോയി അവസാനം അമ്മയ്ക്ക് എന്ത് മനസ്സിലായി? ഞാൻ ഇവർക്കൊരു ഭാരമാണ്. അങ്ങനെ തോന്നിയപ്പോൾ അമ്മ എന്ത് ചെയ്തു? അമ്മ അവരുടെ തോളിൽ നിന്നും ഇറങ്ങിപ്പോയി. കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? അമ്മ മരിച്ചുപോയി. ഓർ മാക്കേ കന്തം സെ ഉതർത്തേ ഹി ഉതർ ഗയേ ഹമാരെ കന്തേ. എന്നാൽ അമ്മ ഞങ്ങളുടെ തോളിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ ആക്ച്വലി സത്യത്തിൽ എന്താണ് ഉണ്ടായത്? ഞങ്ങൾ ഹം ബേസഹാരെ ഹോഗയെ, ഞങ്ങൾ ഒരു ആശ്രയം ഇല്ലാത്തവരായി മാറി. ഇപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന ഒരു സെൻറ്റൻസ് ആണത്. ഓർ മാക്കേ കന്തം സെ ഉതർത്തേ ഹേ ഉദർഹയെ ഹമാരെ കന്തേ. ഉദർഗയെ ഹമാരെ കന്തേ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തോളുകളും ഇറങ്ങിപ്പോയി എന്നല്ല അതിൻ്റെ അർത്ഥം. ഞങ്ങൾ ഹം ബേസഹാരെ ബെൻഗയെ, ഞങ്ങൾ ആശ്രയമില്ലാത്തവരായി മാറി. അപ്പോൾ മാതാപിതാക്കൾ ഉള്ളപ്പോൾ അതിൻ്റെ വില നമുക്ക് അറിയാൻ പാടില്ല. മാതാപിതാക്കൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ വലിയ 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 ആഘോഷത്തോടെ സംസ്കാര ചടങ്ങുകൾ നടത്തിയത് കൊണ്ടോ, വലിയ വില കൂടിയ പട്ടുകൾ കൊണ്ട് പുതപ്പിച്ചത് കൊണ്ടോ, കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടോ വല്ല പ്രയോജനമുണ്ടോ? ഇല്ല, അവർ കേൾക്കുന്നില്ല. അവരെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. മരിച്ചു കഴിഞ്ഞ് എന്തൊക്കെ ചെയ്താലും യാതൊരു പ്രയോജനവുമില്ല. ജീവനോടെ ഉള്ളപ്പോൾ മാത്രമേ നമുക്കൊരു അഭിപ്രായം ചോദിക്കാനോ ഒരു ആശ്രയമായിരിക്കാനോ സാധിക്കുകയുള്ളൂ. മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ മാതാപിതാക്കളുടെ ശൂന്യതയായിരിക്കും അനുഭവപ്പെടുക. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ നോട്ട്സ് കൂടി സ്ക്രീൻഷോട്ട് എടുത്തിടുന്നുണ്ട്. നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് ഇത് എഴുതുക. ആദ്യം പാഠത്തിൻ്റെ പേര് എഴുതുക, പിന്നെ വാക്കുകളെ കുറിച്ച് അറിയാൻ പാടുള്ള വാക്കുകളുടെ അർത്ഥം എഴുതുക. എന്നിട്ട് ഈ പുസ്തകത്തിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതുക. പിന്നെ ഞാൻ കുറച്ച് പരീക്ഷയ്ക്ക് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് കൂടി ഇട്ടിട്ടുണ്ട്, അതുകൂടി എഴുതിയെടുക്കുക, പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക, ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത പാഠവും